അപ്പോൾ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിലെ എപ്പിസോഡൊന്നും വന്നിട്ടില്ല, പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗൗതം പറഞ്ഞ ആ ഒരു വാക്ക് പാലിച്ചിട്ടുണ്ട്. നന്ദയുടെയും മിഥുന്റെയും ആ ഒരു ഡാൻസ് പ്രോഗ്രാം നഷ്ടമാകുന്നതിന്, അല്ലെങ്കിൽ ആ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഗൗതമാണ് എന്നാണ് നന്ദയും എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അതെല്ലാം വെറുതെ ആയിരുന്നു എന്നും അതിൽ ഗൗതമിന് ഒരു പങ്കാളിത്തവും ഇല്ല എന്ന് നമ്മുടെ ഗൗതം തെളിയിച്ചിട്ടുണ്ട്. കാരണം അത് പിങ്കി പറഞ്ഞ ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷെ പിങ്കി അല്ല മെയിനായിട്ട് നിന്നത്. സാന്ദ്ര പറഞ്ഞിട്ട് ആൾക്കാരെ തട്ടിക്കൊണ്ടു പോവുകയും മിഥുനെ അടച്ചു വെച്ചിരിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ അതിൽ നമ്മുടെ പിങ്കിക്ക് വേണ്ടിയിട്ടാണ്, പിങ്കി പറഞ്ഞിട്ടാണ് സാന്ദ്ര ചെയ്തത് എന്നുള്ള കാര്യമൊന്നും ഗൗതമിനോട് സാന്ദ്ര പറഞ്ഞിട്ടില്ല. അങ്ങനെ സാന്ദ്രയുടെ കാരണത്തിട്ട് നമ്മുടെ നന്ദ ഒരു അടിയും കൊടുക്കുകയും അങ്ങനെ എല്ലാ സത്യങ്ങളും അവിടെ വെളിച്ചത്താവുകയാണ്. ഇതിൽ ഗൗതം നിരപരാധിയാണ് എന്നുള്ള സത്യവും നന്ദയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പിങ്കിക്ക് ഒരു വെല്ലുവിളി ഗൗതം നടത്തിയിട്ടുണ്ടായിരുന്നു, ഇന്ന് തന്നെ ഞാൻ ഇതിനൊരു തീർപ്പുണ്ടാക്കുമെന്ന്. അങ്ങനെ പക്ഷേ സാന്ദ്രയെ കുറിച്ച് ഒരു വിവരവും ഇല്ല. സാന്ദ്രയെ വിളിച്ചിട്ട് സാന്ദ്ര കോൾ എടുക്കുന്നുമില്ല. ഗൗതം ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തി. അപ്പൊ ഇനി എന്ത് ചെയ്യും? അങ്ങനെ സാന്ദ്രയെ പിങ്കി ഒരുപാട് വട്ടം വിളിക്കുകയും അവസാനം കോൾ എടുത്തിട്ട് സാന്ദ്ര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിങ്കിക്ക് മനസ്സിലായി ഗൗതം സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നും പിങ്കിയുടെ എല്ലാ മുഖം മൂടിയും വലിച്ചെറിയാൻ വേണ്ടിയിട്ട് നന്ദ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പിങ്കിക്ക് മനസ്സിലായി. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഞാൻ ഇനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും? ഇത് നിസ്സാരം ഒരു കേസല്ല. ഈ കേസിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആൾമാറാനായിട്ട കേസ് എല്ലാം കൂടി ചേർത്തിട്ട് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ മാറും. പിന്നെ എന്ത് ചെയ്യും? എൻ്റെ ആ ഒരു ഭാവി തന്നെ നഷ്ടമാകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് പിങ്കി ഭയങ്കര സങ്കടത്തിലാണ്. പക്ഷെ ഇതിന്റെ മുന്നോടിയായിട്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ഗൗതമിന്റെ നന്ദയുടെയും ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം അപ്പാടെ മാറി ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവ് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ ചിഞ്ചുമോളുടെയും സുഹാസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഗൗതമിന്റെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സുഹാസും മാധുരിയും കൂടി ഗൗതം പറഞ്ഞിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ മാധുരി മുൻപേ പറഞ്ഞിരുന്നത് സുഹാസിന്റെ ആ ഒരു സുഹാസിന്റെ കുഞ്ഞാണ് ചിഞ്ചുമോള് എന്നുള്ള രീതിയിലാണ് മാധുരിയോട് സംസാരിച്ചത്. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ചിഞ്ചുമോളെ ആ ഒരു സമയത്ത് പ്രസവിച്ച സമയത്ത് നമ്മുടെ വസന്ത് വസന്തിന്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞ് വസന്ത് കൊണ്ടുപോയതാണ്. പക്ഷെ അതൊരിക്കലും വസന്തിന്റെ കുഞ്ഞല്ലെന്നും സുഹാസിന്റെ കുഞ്ഞാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ മാധുരിയോട് സംസാരിച്ചത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അവിടെ മാധുരിക്ക് ഒന്നും മറുത്ത് പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം തെളിവും കാര്യങ്ങളൊന്നും മാധുരിയുടെ കയ്യിലും ഇല്ല. അപ്പൊ പിന്നെ പറയാനായിട്ടൊന്നും സാധിക്കാത്ത അവസ്ഥയാണ്. ഇതിന് കൂടെ തന്നെ സുഹാസ് ഒരുപാട് പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചിഞ്ചുമോള് തൻ്റെ സഹോദരിയുടെ മകളാണ് എന്നുള്ള സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ സുഹാസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് കള്ളസത്യമാണ് എന്നുള്ള കാര്യം ഗൗതമിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ആ ഒരു സത്യങ്ങളെല്ലാം തെളിഞ്ഞ് ഗൗതം അവിടെ ഒരു നടപടി പറയുവാണ്. ഇനി എന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. ഇത് കേസായ തന്നെ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചിഞ്ചുമോളെ സുഹാസിന് ഏൽപ്പിക്കണമെന്നും സുഹാസിന്റെ സഹോദരിയായ നമ്മുടെ സുകന്യയ്ക്ക് ചിഞ്ചുമോളുടെ എല്ലാ അവകാശവും ഉണ്ട് എന്നുള്ള കാര്യം അവിടെ ഗൗതം പറയുവാണ്. അപ്പൊ ചിഞ്ചുമോളെ കൈമാറുന്നതും ഞങ്ങളുടെ സാന്നിധ്യത്തിലായിരിക്കണം എന്ന് അവിടെ ഗൗതം ഒരു മറുപടി പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം തൻ്റെ ചേച്ചിയുടെ കുഞ്ഞായിട്ടുള്ള പ്രിയേച്ചിയുടെ കുഞ്ഞ് മരിച്ചുപോയി എന്നാണ് അവിടെ എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അരുന്ധതി എല്ലാവരും വിശ്വസിപ്പിച്ചിരിക്കുന്നതും അങ്ങനെയാണ്. അതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ തൻ്റെ പ്രിയയുടെയും വസന്തിൻ്റെയും കുഞ്ഞാണ് ചിഞ്ചുമോള് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ആരും വിശ്വസിക്കത്തുമില്ല. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് രേഖയും കാര്യങ്ങളൊന്നും വസന്തിന്റെ കൈപ്പക്കവുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് മാധുരിയും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും വലിയൊരു യുദ്ധം തന്നെയാണ് നമ്മുടെ ഇന്ത്യവരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഗൗതമിനെ നന്ദയും തകർക്കാൻ വേണ്ടിയിട്ട് പിങ്കി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും, അവസാനം പിങ്കി എത്രയൊക്കെ കൊണ്ടാലും പഠിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? കാരണം ഇത്രയും അടി കൊടുത്തിട്ടും നന്ദയെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തിട്ടും ഇതുവരെ പിങ്കിക്ക് ഒന്നും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ തമ്മിൽ തകർക്കാൻ വേണ്ടിയിട്ട് പിങ്കിക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു മാലയുടെ പ്രശ്നവും ഉണ്ടാക്കി. നന്ദ അതിൽ കുറ്റക്കാരിയാണ് എന്ന് പിങ്കി തന്നെ വരുത്തി തീർക്കുകയും ചെയ്തു. അവസാനം അത് നമ്മുടെ പിങ്കിക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറുകയും നന്ദയുടെ അടിമ എന്ന രീതിയിൽ പിങ്കി മാറുകയും ചെയ്തിട്ടുണ്ട്.
പക്ഷെ എന്നിട്ടും അതിൽ പോലും പിങ്കി പഠിക്കാതെ എത്രയൊക്കെ കിട്ടിയാലും ഈ പട്ടിയുടെ പാല് 12 കൊല്ലം കുഴലിട്ടാലും അത് നേരെ ആവൂല എന്ന് പറയുന്നത് പോലെയാണ് നമ്മളെ പിങ്കിയുടെ കാര്യം. എത്രയൊക്കെ ശ്രമിച്ചാലും എത്രയൊക്കെ നന്നാക്കണം എന്ന് നോക്കിയാലും പിങ്കി ഒരിക്കലും നന്നാവത്തില്ല. പിങ്കിയുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനി ഗൗതമിന്റെ തിരിച്ചടിയും കൂടി കിട്ടുന്നത് കൊണ്ട് ഇനി പിങ്കി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. മിക്കവാറും പിങ്കി ഇന്ത്യവരത്തിൽ നിന്ന് പുറത്താകാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. അങ്ങനെ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ പിങ്കിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി മാറും. ഗൗതമിനെയും നഷ്ടമാകും, എല്ലാം നഷ്ടമാകും. അവസാനം ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി മാറും. അപ്പൊ ഇനി ആ ഒരു ഗൗതം തന്നെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം വലുതാക്കി പിങ്കിയാണ് ഇതിൽ യഥാർത്ഥ കുറ്റവാളിയെന്നും പറഞ്ഞ് അരുന്ധതിയുടെ അടുത്തൊക്കെ പറഞ്ഞ് പിങ്കിയെ ഇന്ത്യവരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതകളുണ്ടോ? അത് മാത്രമല്ല മറ്റൊരു ഭാഗത്തെന്ന് പറയുമ്പോൾ പ്രിയേച്ചിയുടെ സ്വന്തം കുഞ്ഞാണ്, പ്രിയയുടെയും വസന്തിന്റെയും സ്വന്തം കുഞ്ഞാണ് ചിഞ്ചുമോള് എന്നുള്ള സത്യം ഇതുവരെയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ആ ഒരു സത്യം നന്ദ തിരിച്ചറിയുമോ? അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വസന്തും പ്രിയയുടെയും കുഞ്ഞാണ് ചിഞ്ചുമോൾ എന്നുള്ള സത്യം എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു സത്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് നന്ദയ്ക്ക് സാധിക്കുമോ? ഇനി ചിഞ്ചുമോളെ സുഹാസിന് തന്നെ കൈമാറേണ്ട അവസ്ഥ വരുമോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതിരിക്കും. ബൈ.